أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1501 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 13-14 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂലിജുൽ ലൈല ഫിൻ-നഹാർ വയൂലിജുൻ നഹാറ ഫിൽ-ലൈൽ വസഖറ അശ്-ശംസ വൽ-ഖമർ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മാ ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئون مثل خبير ولا ينبئك مثل خبير. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പദം 1500 സെഷനുകൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ. അതേപോലെ 4 വർഷത്തിലേറെ തുടർച്ചയായി എല്ലാ ദിവസവും അപൂർവമായ ചില ഇടവേളകളോടുകൂടി ഈ പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വളരെ ഗണ്യമായ ഒരു ഭാഗം നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞു. ഇപ്പോ 35-ാമത്തെ അധ്യായം ഏകദേശം 436 പേജുകൾ തന്നെ പിന്നിട്ട് 600-ലെ അല്പം കൂടുതലാണ്. 600-ലെ പരം പേജുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ആകെ 603-604 മറ്റോ ആണ്. അപ്പോ അതിലെ മുഖ്യമായ ഒരു ഭാഗം നമ്മൾ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ 1500-ന് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമൊന്നും ഉണ്ടായതുകൊണ്ടല്ല, പക്ഷെ അത് ഒരു വലിയ പ്രയത്നം തന്നെയാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനൊരു പ്രാധാന്യം വേണമെങ്കിൽ കാണാവുന്നതാണ്. ചിലരൊക്കെ ഒരു ഒത്തുകൂടലിന്റെ സാധ്യതയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന നമ്മളുടെ ഗ്രൂപ്പിൽ കാണുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അങ്ങനെ വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകളാണ്. അതിന്റെ തൊട്ട് മുകളില് നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തില് 12-ാമത്തെ ആയത്തിൽ അല്ലാഹു ശുദ്ധജല സ്രോതസ്സുകളും അതുപോലെ ഉപ്പുള്ള ജലസ്രോതസ്സുകളും രണ്ട് വിധത്തിൽ വ്യത്യസ്തമായ വിധത്തിൽ അല്ലാഹു ഒരുക്കിയിരിക്കുന്നതിനെ കുറിച്ച്, അതിൽ നിന്നൊക്കെയുമായി മനുഷ്യര് പ്രയോജനം നേടുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കപ്പെട്ടത് കാണുകയുണ്ടായി.
അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ വളരെ ആസൂത്രിതമായുള്ള ഒരു സംവിധാനമാണ് ഈ രണ്ട് ജലസ്രോതസ്സുകളും, ഉപ്പുള്ള ജലവും ഉപ്പില്ലാത്ത ജലവും. രണ്ട് ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളായിട്ടുള്ള വ്യത്യസ്ത ഗുണങ്ങളോടെയുള്ള ഈ ജല സാധ്യതയെക്കുറിച്ച് നമ്മളെ അള്ളാഹു കേൾപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നത് നമ്മൾ ഇന്നലെ അതിനെ പരാമർശിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രയോജനകരമാവുന്ന വിധത്തില് അള്ളാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത്. വളരെ സമഗ്രമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു നിയന്ത്രകനും രക്ഷിതാവുമൊക്കെയായ ഒരു സ്രഷ്ടാവ് ഇതിന്റെ പുറകില് ആസൂത്രകനായിട്ട് ഇല്ല എങ്കിൽ ഒരിക്കലും തന്നെ സംഭവിക്കുകയില്ലാത്ത ഒരു സംഗതിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മഴയും അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭൂതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ. അതൊക്കെ വളരെ കൃത്യമായൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഭൂമുഖത്തുള്ള ജീവജാലങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയായി ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ ആ ആസൂത്രകനെ മാത്രം അംഗീകരിക്കാൻ പലരും കൂട്ടാക്കുകയില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിരോധാഭാസം. എന്തായാലും ആലോചന ശേഷിയുള്ള മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗഹനമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയുണ്ടായ ആയത്തില് പരാമർശിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു വെച്ചിട്ടുള്ള രണ്ട് ആയത്തുകളെ നോക്കാം. യൂലിജുൽ ലൈല ഫിന്നഹാർ, അവൻ രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാവിലേക്കും പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. കുല്ലു യജ്രി ലി അജലിം മുസമ്മ, അവയൊക്കെയും തന്നെ നിർണിതമായൊരു കാലാവധി വരെ, നിർണിതമായൊരു സമയപരിധി വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഇതാണ് നിങ്ങളുടെ റബ്ബ്. ഈ കാര്യം നിർവഹിച്ചിട്ടുള്ള, രാവിനെയും പകലിനെയും ഈ വിധത്തിൽ സംവിധാനിച്ചിട്ടുള്ള, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രണ വിധേയമാക്കി നിർത്തിയിട്ടുള്ള ആ ശക്തിയുണ്ടല്ലോ, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ പ്രാപഞ്ചിക സംവിധാനങ്ങളെ രൂപകൽപ്പന ചെയ്ത് നിർത്തിയിട്ടുള്ളവൻ, തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോ നിങ്ങളുടെ റബ്ബിനെ പരിചയപ്പെടേണ്ടത് ആ വിധത്തിലാണ്. രാവിനെ പകലിനെ ഒക്കെ സംവിധാനിച്ചിട്ടുള്ള, സൂര്യനെയും ചന്ദ്രനെയും ഈ വിധത്തിൽ ക്രമീകരിച്ച് നിർത്തിയിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സമഗ്രമായ ആധിപത്യവും ഉള്ളത്. എല്ലാറ്റിന്റെ മേലും ഉടമസ്ഥതയും ആധിപത്യവും ഓണർഷിപ്പും അതുപോലെ തന്നെ ഡോമിനേഷനും, എല്ലാറ്റിന്റെ മേലും പവറുള്ളത്, ശക്തിയുള്ളത് അവനാണ്. ലഹുൽ മുൽക്ക്, ഉടമസ്ഥതയുണ്ട്, അവയുടെ മേൽ മേധാവിത്വമുണ്ട്. ഇവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ അജ്ഞാനവൃത്തികളാണ്. ലഹുൽ മുൽക്ക്. വല്ലദീന തദഊന മിൻ ദൂനി, അള്ളാഹുവിന്റെ സ്ഥാനത്ത്, അള്ളാഹുവിന് പുറമെ ആയി അവര് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംഗതികളുണ്ടല്ലോ. മാ യംലികൂന മിൻ ഖിത്മീർ, അവരൊരു ഖിത്മീർ പോലും
ഉടമസ്ഥപ്പെടുത്തിയിട്ടില്ല. ഖത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ കുരുവിന്റെ മുകളിലായിട്ടുള്ള ഒരു പാടയുണ്ട്, ഒരു നേർത്ത പാട, ഒരു മെംബ്രെയിൻ എന്ന് പറയാറ്. ആ നേർത്ത ഒരു സാധാരണഗതിയിൽ നമ്മൾ അത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു ഭാഗം. ഈത്തപ്പഴം കഴിക്കുന്ന ആളുകൾ കുരു കളയുക എന്നതല്ലാതെ അതിന്റെ മുകളില്, കുരുവിന്റെ മുകളിലായി ഒരു നേർത്ത പാടയുണ്ടെന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. അപ്പോ അല്ലാഹു അല്ലാത്ത നിങ്ങൾ വേറെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികള് എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നവരുണ്ടല്ലോ, അവര് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ വെളിയിൽ അതിന്റെ മുകളിലായിട്ടുള്ള ഒരു നേർത്ത പാടയുണ്ട്, അതിന്റെ പോലും ഉടമസ്ഥരല്ല. ഒരു പുൽക്കൊടിയുടെ പോലും ഉടമസ്ഥരല്ല എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഓരോ ഭാഷയിലെയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലെയും ഒരു രീതി സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. നിസ്സാരത കാണിക്കുന്ന ഒരു പ്രയോഗം. വളരെ നിസ്സാരമായ ഒരു പുൽക്കൊടിയുടെ പോലും ഉടമസ്ഥരല്ല, ഒരു പുൽക്കൊടിയുടെ മേൽ പോലും ആധിപത്യമോ അധികാരമോ ഉള്ളവരല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടർ. അവര് മാ യംലികൂന മിൻ ഖിത്മീർ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇൻ തദഊഹും, നിങ്ങൾ അവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് സാധിക്കില്ല. വലൗ സമിഉ, ഇനി അവർ കേൾക്കുന്നുവെങ്കിൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകാൻ അവർക്ക് കഴിയുകയില്ല. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ അവരെ പങ്കാളികളാക്കിയിരുന്നു എന്നതിനെ അവർ തള്ളിക്കളയും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങ് എത്തിയിട്ടുമില്ല എന്ന വിധത്തില് അള്ളാഹുവിനോടൊപ്പം അവയെ പങ്കാളികളാക്കിയതിനെ അവര് നിഷേധിച്ചു തള്ളും, നിരസിക്കും. അവര് സ്വീകരിക്കാൻ കൂട്ടാക്കൂല. ഞങ്ങളെ എന്തിന്റെ പേരിൽ നിങ്ങൾ പങ്കാളികളാക്കി? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളത് അർഹിക്കുന്നവരുമല്ല എന്ന വിധത്തില് നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം അവരെ പങ്കാളികളാക്കിയതിനെ അവർ തള്ളിക്കളയും. ഇതാണ് സംഭവിക്കുക. യക്ഫുറൂന ബിശിർക്കിക്കും. യക്ഫുറൂൻ എന്ന് പറഞ്ഞ കൃതജ്ഞത കാണിക്കുക എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. അപ്പോ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് കൃതജ്ഞത മാത്രമാണ്. കാരണം അത് അവർ അർഹിക്കുന്നതായിരുന്നില്ല, ആവശ്യപ്പെട്ടതുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരതിനെ നിരസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ വിധത്തിൽ വ്യക്തതയോടുകൂടി ഈ അള്ളാഹുവില് പങ്കാളികളാക്കുന്ന നടപടിയെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഖബീറിനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവനായിട്ട് ആരുമില്ല. ഖബീർ എന്നത് അള്ളാഹുലേക്കുള്ള സൂചനയാണ്. എല്ലാറ്റിനെ കുറിച്ചും ഗഹനമായ ജ്ഞാനത്തോടുകൂടി വെളിപ്പെടുത്തുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ ഉദാഹരണ സഹിതം പറഞ്ഞു തന്നിരിക്കുകയാണ്. ആ വിധത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നവനായിട്ട് വേറെ ആരുമില്ല എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ രണ്ടായത്തുകളുടെ പ്രാഥമികമായ സാരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ലൈലാണ്, മറ്റത് നഹാറാണ്. രാവും പകലും സംഭവിക്കുന്നത് പ്രപഞ്ചത്തില് നിരന്തരം ആവർത്തിച്ചുണ്ടാവുന്ന ഈ പ്രതിഭാസം നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. ദിനേന നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് പകൽ സമയം രാവായി മാറുന്നത്, രാവ് പകലായി മാറുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നുണ്ട്. അത് നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ
തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം പോലെ പകലും, അല്ലെങ്കിൽ ലൈറ്റ് കെടുത്തുമ്പോ ഇരുട്ട് കുത്തുന്ന ഒരു അനുഭവം പോലെ രാവും എന്ന നിലക്കല്ല ഉള്ളത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാല് വളരെ സ്ലോ ആയ ഒരു പ്രോസസ്സിലൂടെ പകൽ സമയം അങ്ങ് രാവിലേക്ക് ഇഴുകിച്ചേരുന്ന, അങ്ങനെ നോക്കി നിൽക്കേ രാവായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സന്ധ്യാവേളയില് പടിഞ്ഞാറൻ ചക്രവാളത്തില് സൂര്യന്റെ അസ്തമയ ശോഭ നിരീക്ഷിച്ചുകൊണ്ട് കടൽ തീരത്തോ മറ്റോ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാപഞ്ചിക പ്രതിഭാസം എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നത് നോക്കിക്കാണാൻ കഴിയും. വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി ഒരു 7 മണി വരെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ 1-2 മണിക്കൂറിനുള്ളിലായിട്ട് എങ്ങനെയാണ് പകല് രാവായി മാറുന്നത് എന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാനും കാണാനും സാധിക്കും. അപ്പൊ അത് വളരെ പെട്ടെന്നുള്ള ഒരു പ്രോസസ് അല്ല, സമയമെടുത്തുകൊണ്ട് ക്രമേണയായി, എന്നാൽ യാതൊരു തടസ്സവും ഇല്ലാത്ത വിധത്തില് പെട്ടെന്ന് എന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു തോന്നലില്ലാത്ത വിധത്തില് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പകലിനെ രാവിലേക്ക് അങ്ങ് ചേർക്കുന്ന ഒരു പരിപാടി. അതുപോലെ രാവിനെ പകലിലേക്ക് അങ്ങ് ചേർക്കുന്ന പ്രഭാതവേളയിലുള്ള ആ കാര്യവുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് രാവും പകലും സംഭവിക്കുന്നത് എന്നത്. ഭൂമി അതിന്റെ ആക്സിസിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ഭൂമിയുടെ നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മൾ ഒരു സാങ്കല്പികമായി ഒരു അച്ചുതണ്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് ശാസ്ത്രം അതിനെ നോക്കി കാണാറുള്ളത്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം എപ്പോഴും സൂര്യന് അഭിമുഖമായിട്ട് സൂര്യപ്രകാശം റിസീവ് ചെയ്യുന്ന വിധത്തില് ആണ് ഉണ്ടാവുക. ആ ഭാഗം ഇങ്ങനെ ക്രമേണ കറങ്ങി 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 ആ ഭാഗം മുഴുവനായിട്ട് സൂര്യന് അഭിമുഖമായുള്ള അവസ്ഥയിൽ നിന്ന് അങ്ങ് മാറിയിട്ട് സൂര്യന് അഭിമുഖമല്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങനെ നീങ്ങും. അപ്പൊ സൂര്യനെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സമയമാണ് പകലായിട്ട് നമ്മൾ കാണുന്നത്. സൂര്യന് അഭിമുഖമല്ലാതെ ആ ഭാഗം സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കാത്ത വിധത്തിൽ മറയുന്ന വിധത്തിലാകുമ്പോ അത് രാത്രിയുമാവുകയാണ്. അപ്പൊ ഇത് ഭൂമി കറങ്ങുന്നു എന്നതിനാൽ അത് സൂര്യന്റെ പ്രകാശം പതിക്കുന്ന വിധത്തിലാണ് ഭൂമിയുടെ പൊസിഷൻ ഉള്ളത് എങ്കിലും ഭൂമിയുടെ കറക്കം കാരണമായിട്ട് എല്ലായ്പ്പോഴും സൂര്യന്റെ പ്രകാശം അതിന്റെ പ്രതലത്തിൽ പതിക്കുന്നില്ല. സൂര്യന് അഭിമുഖമായിട്ടുള്ള ഭാഗം മാത്രമാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതങ്ങനെ തിരിഞ്ഞ് അതിന്റെ ആക്സിസിൽ അങ്ങ് കറങ്ങുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതങ്ങനെ നീങ്ങിക്കൊണ്ട് സൂര്യപ്രകാശം പതിയാത്ത ഒരു വശത്തേക്ക് മാറുന്നത് കൊണ്ട് ആ ഭാഗം ഇരുട്ടുള്ള രാത്രിയിൽ ആയി അനുഭവപ്പെടുന്ന താപം കുറഞ്ഞ ഒരു സമയമായിട്ട് അങ്ങനെ മാറുകയാണ്. ഇത് നമ്മളാരും ചെയ്തൊരു സംവിധാനമല്ല. ഈ സംവിധാനം പണ്ടേക്കും പണ്ടേ മനുഷ്യന് ബോധം ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനക്ഷമമായ ഒരു സംഗതിയാണ്. നമുക്കിവിടെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസം എന്ന നിലക്ക് അതിനെ കാണാനും നിരീക്ഷിക്കാനും സാധിക്കുന്നു എന്നതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ പല വിവരങ്ങളും കണ്ടെത്താനും നിരീക്ഷിക്കാനും കണക്കുകൂട്ടാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നതുകൊണ്ടും നമുക്ക് ഇതിന്റെ മേൽ എന്തെങ്കിലും അധികാരമുണ്ട് എന്നോ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന അതിന്റെ മേൽ ഡോമിനേഷനുള്ള ആരെങ്കിലുമാണ് എന്നൊന്നും അർത്ഥമല്ല. മാത്രമല്ല അത് നമ്മൾ സംവിധാനിച്ചതാണ് എന്നും വരുന്നില്ല. പലപ്പോഴും ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഗർവവും അഹന്തയും കാണിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തനക്ഷമമായ പ്രതിഭാസങ്ങളെ കുറിച്ച് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുക മാത്രമാണ് ശാസ്ത്രം ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രതിഭാസങ്ങൾ പ്രവർത്തനക്ഷമമായത് ഏതെങ്കിലും ശാസ്ത്രകാരന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ല. അതിവിടെ ഓൾറെഡി ഉള്ളതാണ്.
അപ്പോ ഈ ഒരു സംവിധാനം എത്ര ഗംഭീരമായിട്ടാണ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് ശാസ്ത്രം ചെയ്തതല്ല. സകല ശാസ്ത്രജ്ഞന്മാരും ഭൂമുഖത്ത് വരുന്നതിന്റെ ഒക്കെ എത്രയോ മുന്നേ, മനുഷ്യോൽപത്തിക്കും മുന്നേ ഇവിടെ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ സൂര്യപ്രകാശം ഭൂമിയില് ഈ വിധത്തില് പതിക്കുന്നതും അത് ക്രമേണ നീങ്ങി സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം സൂര്യപ്രകാശം പതിക്കാത്ത വിധത്തിലായി മാറുന്നതും, അപ്പോഴും ഭൂമിയുടെ മറ്റേ ഭാഗം സൂര്യന് എക്സ്പോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. നേരത്തെ ഇരുട്ട് അനുഭവപ്പെട്ടിരുന്ന ഭാഗം ഇപ്പോ പ്രകാശം അനുഭവിക്കുന്ന ഒരു ഭാഗമായിട്ട് മാറും. ഈ വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയില് മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതം സാധ്യമാവുക എന്ന ഒരു അടിസ്ഥാന കാര്യം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് എന്നത് കാണാൻ കഴിയും. 24 മണിക്കൂറും ഭൂമി ഒരു തവണ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയം അതാണല്ലോ. അപ്പോ ആ സമയം അത്രയും സൂര്യൻ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഭൂമി ഉള്ളതെങ്കിൽ അവിടെ ജീവൻ നിലനിൽക്കൂല, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമോ സാഹചര്യമോ അല്ല ഉണ്ടാവുക. ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാതാവുകയും ജീവൻ തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടായി പോവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു എന്ന് വരും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഭൂമി ഇപ്പോ ഉള്ള വിധത്തില് ജീവജാലങ്ങള്, സസ്യലതാദികള്, മനുഷ്യര് ഒക്കെ ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ രാപ്പകലുകൾ മാറി വരുന്നതും രാവിനെ നമ്മളാരും അറിയാതെ അല്ലെങ്കിൽ വളരെ ഒരു ക്യുക്കായ ഒരു ഷിഫ്റ്റ് എന്ന വിധത്തിൽ തോന്നാത്ത വിധത്തില് പകലിലേക്ക് ചേർക്കുന്നതും പകലിനെ രാവിലേക്ക് ചേർക്കുന്നതും ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ആസൂത്രണ ഫലമായിട്ടാണ് ഇവിടെയുള്ള സകല ക്രമീകരണങ്ങളും പ്രവർത്തനക്ഷമമാവുന്നത്. ആവശ്യത്തിനുള്ള താപം ലഭിക്കുന്നത്, പ്രകാശം ലഭിക്കുന്നത്, അത് കൂടുതലായാൽ ഇതൊക്കെ വാടിക്കരിഞ്ഞു പോകും. അതുപോലെ ആവശ്യത്തിനുള്ള ജലാംശം ഇവിടെ നിലനിൽക്കുന്നത് ഒക്കെ തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യന് അതിന്റെ ആ ആസൂത്രണത്തിന്റെ മികവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് ഉറങ്ങാൻ വേണ്ട എല്ലാവിധ വിശ്രമിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയ അവസ്ഥ വരുന്നത് രാത്രിയാകുമ്പോഴാണ്. പകലൊക്കെ കൃത്രിമമായ രാത്രി സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾക്ക് ഉറങ്ങാനൊക്കെ കഴിയും. പക്ഷെ അത് രാത്രിയിലെ ഉറക്കം പോലെ കംഫർട്ടബിൾ ആയ ഉറക്കമല്ല. അതുപോലെ പകലിനെ നമുക്ക് മാഷായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നൊരിടത്ത് പറയുന്നുണ്ട്. ജീവിതായോധനത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ തേടി പുറപ്പെടാനുള്ള ഒക്കെ ഒരു സമയമായിട്ട്, ജോലി ചെയ്യാനുള്ള സമയമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. മനുഷ്യര് മാത്രമൊന്നുമല്ല, ജീവജാലങ്ങളില് വലിയ എണ്ണം വിഭാഗങ്ങളും ഇര തേടി പോകുന്നത്, ഭക്ഷണം തേടി പോകുന്നത് ഒക്കെ ഈ പകൽവേളകളിലാണ്. നൊക്ടേണൽ ക്രീച്ചേഴ്സ് മാത്രമാണ് രാത്രി ഇര തേടി പുറപ്പെടുന്നവയായിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ ഇത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. ഈ ക്രമീകരണം എന്താണ് എന്നത് സൂക്ഷ്മമായി പഠിച്ചു, മനസ്സിലാക്കി, അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ അതിന്റെ മേലുടമസ്ഥതയുള്ളവരോ അധികാരമുള്ളവരോ ഒന്നും ആകുന്നില്ല. അറിവ് തീർച്ചയായിട്ടും പ്രയോജനകരമാണ്, അത്രയേ ഉള്ളൂ. നമുക്കത് അറിയില്ല എങ്കിൽ പോലും അതിവിടെ ഉണ്ട്, പ്രവർത്തനക്ഷമമാണ്. അതിനാശ്രയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അള്ളാഹു ഈ പ്രപഞ്ച സംവിധാനത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തെ കുറിച്ചാണ് നമ്മളെ അള്ളാഹുവിടെ ഉണർത്തുന്നത്. യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ. പകലിനെ അവൻ രാത്രിയിലേക്ക് അങ്ങനെ അങ്ങ് പ്രവേശിപ്പിക്കുന്നു, രാത്രിയെ പകലിലേക്കും അവൻ അതേ വിധത്തില് പ്രവേശിപ്പിക്കുന്നു. അതുപോലെ വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ആർക്കാണ് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്നുള്ളത്
ആലോചിക്കാവുന്നതാണ്. സഖറ ലക്കും മാഫിസ് സമാവാത്തി വൽ അർള് എന്നൊക്കെ ഖുർആൻ വേറെടുത്ത് പറയുന്നുണ്ട്. മനുഷ്യന് വേണ്ടി വിധേയപ്പെടുത്തി തന്നു എന്ന് പറയുമ്പോ അത് മനുഷ്യന് കയ്യിലെടുത്ത് അമ്മാനമാടാൻ പറ്റുന്ന, അവന് തോന്നിയ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കി തന്നു എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് മനുഷ്യനെ അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന. പക്ഷെ മനുഷ്യന്റെ ആവശ്യത്തിന്, മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തില് അവയെ അള്ളാഹു വിധേയപ്പെടുത്തി ക്രമീകരിച്ച് വെച്ചത് കൊണ്ടാണ് മനുഷ്യന് കയ്യിലെടുക്കാനൊന്നും പറ്റൂലെങ്കിലും സൂര്യനും ചന്ദ്രനും നമുക്ക് വലിയ ഉപയുക്തതയുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്നത്. അത് അതിന്റെ നിർണിതമായ ദൂരത്തില് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലത്തില് വ്യത്യാസം വരികയാണെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥക്ക് വലിയ ആഘാതം ഉണ്ടാക്കും. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. ചന്ദ്രന്റെ കാര്യത്തിലും ആ ക്രമീകരണം വളരെ കൃത്യതയോടെയും അതുപോലെ ഏറ്റവും ഫലപ്രദമായ വിധത്തിലൊക്കെയാണ്. അപ്പോ ദൂരം എന്ന് മാത്രമല്ല, താപം, വെളിച്ചം, അതുപോലെയുള്ള എല്ലാ സംഗതികളും നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇപ്പൊ നമ്മളുടെ വാട്ടർ സൈക്കിളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. വാട്ടർ സൈക്കിൾ ആ വിധത്തില് പ്രവർത്തനക്ഷമമാകുന്നത് ഈ സൂര്യനെ ഈ വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടത് കൊണ്ടും രാവിനെ പകലിലേക്കും പകലിനെ രാവിലേക്കും അങ്ങനെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിധത്തില് അത് ഈ വാട്ടർ സൈക്കിളൊന്നും ഫലപ്രദമായിട്ട് പ്രവർത്തനക്ഷമമാവുകയില്ല. അപ്പോ ഇത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ മികവുള്ള ആസൂത്രണമാണിത്. ഈ ആസൂത്രണം നോക്കി കണ്ട് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആസൂത്രകൻ ഇല്ല എന്ന് സങ്കല്പിക്കാൻ എങ്ങനെ സാധിക്കും? ഇതാണ് മനുഷ്യനെ അള്ളാഹു ഉണർത്തുന്ന കാര്യം. അപ്പൊ യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈലി വ സഖറ ശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി വെച്ചിരിക്കുന്നു. നമ്മളെ കയ്യിൽ തന്നു എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് പ്രയോജനകരമായ വിധത്തില് അവയെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്, വിധേയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് പ്രതിഭാസങ്ങളും, സൂര്യനായാലും ചന്ദ്രനായാലും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുല്ലു യജ്രീലി അജലിം മുസമ്മ. എല്ലാറ്റിനും അള്ളാഹു ഒരു അജലും നിർണിതമായ ഒരു കാലയളവും വെച്ചിട്ടുണ്ട്. ആ കാലയളവ് അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സൂര്യന് അള്ളാഹു ഒരു ഓർബിറ്റ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ചന്ദ്രന് മറ്റൊരു ഓർബിറ്റും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റിടത്ത് അള്ളാഹു പറയുന്നത് ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ എന്ന് പറയുന്നതാണ്. സൂര്യന് അള്ളാഹു സൂര്യന് ചന്ദ്രനെ കയറി പിടികൂടുക എന്നത് സാധ്യമല്ല. സൂര്യന്റെ ഭ്രമണം അല്ലെങ്കിൽ സൂര്യന്റെ കറക്കം ഒരു അള്ളാഹു നിർണയിച്ച ഒരു ഓർബിറ്റിലാണ്. ഒരു റൺവേ സൂര്യന് സ്വന്തമായിട്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ചന്ദ്രന്റെ റൺവേ വളരെ അടുത്താണെന്നൊക്കെ തോന്നുമെങ്കിലും വേറെയാണ്. ചന്ദ്രന്റെ റൺവേയിലേക്ക് ഇടിച്ചു കയറാൻ സൂര്യന് സാധിക്കില്ല. സൂര്യന്റെ റൺവേയിലേക്ക് ഇടിച്ചു കയറുക എന്നത് ചന്ദ്രനും സാധ്യമല്ല. നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഈ ഉപരിലോകത്തിന്റെ തൂണുകളില്ലാത്ത വിധത്തിലുള്ള ഒരു ക്രമീകരണം ഉണ്ടല്ലോ, അതിൽ അള്ളാഹു ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിന് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെയുള്ള ഹെവൻലി ബോഡീസും ഒക്കെ പരസ്പരമുള്ള ആകർഷണ വികർഷണ പ്രക്രിയ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിൽ സൂര്യന് അതിന്റെ ഓർബിറ്റ് വിട്ടുകൊണ്ട് ചന്ദ്രന്റെ കറക്കം അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഇടിച്ചു കയറുക എന്നത് സാധ്യമല്ല. ചന്ദ്രന് ഇങ്ങോട്ടും ഇടിച്ചു കയറുക സാധ്യമല്ല. ആ ക്രമീകരണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമല്ലേ, ചന്ദ്രന് വേണമെങ്കിൽ അങ്ങ് കുറച്ച് അങ്ങോട്ട് അടുത്തേക്ക് നീങ്ങി പോയിക്കൂടെ, അല്ലെങ്കിൽ സൂര്യന് കുറച്ച് തെന്നി മാറി ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ നമുക്ക് ദൃഷ്ടിയിൽ പെടാത്ത വിധത്തിലുള്ള ഫോഴ്സസ് ഇവയെ കൃത്യമായിട്ട് ആ പൊസിഷനിൽ, ആ ഡിസ്റ്റൻസിൽ, ആ ആനുപാതികമായ അകലത്തില്
അതുപോലെ ആ പ്രത്യേകമായ ഓർബിറ്റിൽ കറങ്ങുന്ന വിധത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതിനിടക്ക് അവയെ അങ്ങോട്ട് അടുക്കാതെയും അകലാതെയും നിർത്തുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് സൂക്ഷ്മമായ ശാസ്ത്രജ്ഞാനം വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂര്യന് അതിന്റെ ഓർബിറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി വരിക സാധ്യമല്ല. ചന്ദ്രന് അതിന്റെ റൺവേയിൽ നിന്ന് തെന്നി മാറി പോയി സൂര്യന്റെ കറക്കത്തിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നത്. ഇത് അതിഗംഭീരമായ ഒരു ആസൂത്രണവും ക്രമീകരണവുമാണ്. ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടെത്തലുകൾ അവര് നടത്തി എന്നതിന്റെ പേരിൽ ഇതിന്റെ ഒന്നും ഉടമസ്ഥരോ ഇതിന്റെ ഒക്കെ നിയന്ത്രകരോ ഒന്നും ആവുന്നില്ല. അവരുള്ള ഒരു സംഗതിയെ നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കി പറയുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രാധാന്യമുണ്ട്, പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത്, പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊരിക്കലും തന്നെ അവരാണ് അത് ചെയ്തത് എന്ന വിധത്തിലൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണ ആവാൻ പാടില്ല. അള്ളാഹു ഇവയുടെ ഈ ക്രമീകരണത്തിന്റെ അതിലടങ്ങിയിട്ടുള്ള ദൈവികമായ ആസൂത്രണത്തെ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ കുല്ലി യജ്രീലി അജലിം മുസമ്മ, എല്ലാം തന്നെ നിർണിതമായ ഒരു അവധി വരേക്ക് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഈ പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, ഇതാണ് കൂട്ടരെ നിങ്ങളുടെ റബ്ബ് ആയ അള്ളാഹു. ഇതൊക്കെ ചെയ്തവനുണ്ടല്ലോ. എന്നിട്ട് നിങ്ങളിപ്പോ ആരെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോ ആരോടാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് തലക്ക് വല്ല വെളിവുണ്ടെങ്കിൽ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയോ? ഒന്നാലോചിച്ച് നോക്കൂ. സൂര്യനെയും ചന്ദ്രനെയും ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഈ വിധത്തിൽ വിധേയപ്പെടുത്തിയിട്ട് ഭൂമുഖത്ത് മനുഷ്യന് താമസവും ജീവിതവും ഒക്കെ സാധ്യമാവുന്ന ഒരു ക്രമീകരണം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ പൊട്ട ദൈവങ്ങളാണോ എന്നതാണ് ചോദ്യം. അതല്ല, അവർക്കൊന്നും ഒരു ദിവ്യത്വവും ഇല്ല. ഈ പ്രപഞ്ച സംവിധാനത്തെ ഈ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നവനായ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ റബ്ബ്, നിങ്ങളുടെ യഥാർത്ഥ നാഥൻ. അവനാണ് അധികാരവും, അവനാണ് ആധിപത്യം, അവന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥതയുള്ളത്. വല്ലദീന തദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഇനി ഈ സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും രാവും പകലും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ ഒരു നേർത്തൊരു പാടയുണ്ടല്ലോ, അതിന്റെ ഒരു മെംബ്രെയിൻ, അതൊന്ന് പരിശോധിച്ചു നോക്കൂ. അതെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നവരാണോ നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടർ? എന്തൊരു വലിയ പടുവിഡ്ഢികളായിട്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ട് പോകുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം. നിങ്ങൾ അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് വേറെ പലരുടെയും പുറകെ അവര് നിങ്ങളുടെ ആവലാദികൾ കേൾക്കും, പരിഹാരം ഉണ്ടാക്കി തരും എന്നൊക്കെ കരുതിക്കൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ തൊഴുതുകൊണ്ട് പോകുന്നുണ്ടല്ലോ. ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിലുള്ള ആ പാട പോലും ഉടമപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത, സൃഷ്ടിക്കുകയല്ല, നീ സൃഷ്ടിച്ചിട്ട് വേറെ ആരെയും സൃഷ്ടിച്ചതാണെങ്കിൽ തന്നെ അത് ഞാൻ വിട്ടുതരൂല എന്നുള്ള നിലക്ക് അതിന്റെ മേലുള്ള നിയന്ത്രണം ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു പരിഗണന ഒക്കെ കൊടുക്കായിരുന്നു. അതുപോലും അല്ല. അതാണ് അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ, പക്ഷെ അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ് എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതുപോലും ഇല്ല. അപ്പൊ ഇവര് അങ്ങനൊരു ഈത്തപ്പഴക്കുരുവിന്റെ പുറത്തുള്ള തൊലിയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പാടയുടെ ഉടമസ്ഥത പോലും ഉള്ളവരല്ല. അതിന്റെ മേല് പോലും അവർക്ക് നിയന്ത്രണമോ അധികാരമോ ഇല്ല. എന്നിട്ട് അവയെയാണ് നിങ്ങൾ ഈ ദൈവങ്ങളാണ് എന്ന നിലക്ക് കൊണ്ട് നടക്കുന്നത്. ഭയങ്കര അത്ഭുതകരമായ ഒരു 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 യുക്തിബോധമാണ് അള്ളാഹു മനുഷ്യരില് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്നത്. ഈ യുക്തിബോധത്തെ തള്ളിക്കളയാൻ ആർക്ക് സാധിക്കും? ഈ യുക്തിഭദ്രമായ ചിന്തയും അന്വേഷണവും ആ വിധത്തില് കാര്യങ്ങൾക്ക് ഒരു അടിത്തറയിടുന്നത് അള്ളാഹു അല്ലാതെ വേറെ ആർക്ക് സാധിക്കും? ഇതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന കാര്യം. വലിയ ശാസ്ത്രയുക്തിയുടെയും അതുപോലെ അങ്ങനെയുള്ള ശാസ്ത്രബോധത്തിന്റെയും ഒക്കെ ചാമ്പ്യൻസ് ആയ ആളുകള്, അതിന്റെയൊക്കെ പ്രചാരകരായിട്ടുള്ള ആളുകൾ, പല സംഘടിത വിഭാഗങ്ങളും ഉണ്ട്. കേരളത്തിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവര് വളരെ മൂഢമായ അബദ്ധജടിലമായ യുക്തിരാഹിത്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ്
ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അയുക്തിപരമായ കാര്യങ്ങളിൽ ഉടക്കി നിന്നിട്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് അവർ മാറും. കാരണം അവരുടെ അടിത്തറ ശരിയല്ല എന്നതുകൊണ്ടാണ്. ശാസ്ത്രകാരന്മാരോ അല്ലെങ്കിൽ ശാസ്ത്രമോ ഒന്നും തന്നെ ഈ സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ വിധത്തില് കാര്യങ്ങള് രൂപകൽപ്പന ചെയ്യുന്നവരോ ചെയ്യുന്ന സംവിധാനം ഒന്നുമല്ല. അവര് അതിനെ നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു എന്നതല്ലാത്ത ഒരു മികവും അവർക്കില്ല. അതിന്റെ ഒന്നും ആസൂത്രകര് അവരല്ല എന്നതാണ് പച്ചപരമാർത്ഥം. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത്, നിങ്ങളിപ്പോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ടല്ലോ, അവരുടെ കാര്യം എന്താണ്? നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റും? കേൾക്കാനേ പറ്റാത്ത, യാതൊരുവിധ കേൾവി ശേഷിയും ഇല്ലാത്ത സംഗതികളാണ് നിങ്ങളുടെ പല വിഗ്രഹങ്ങളും നിങ്ങളുടെ പ്രതിഷ്ഠകളും ഒക്കെ തന്നെ. അവർക്ക് നിങ്ങൾ വിളിച്ച് പറയുന്ന നിങ്ങളുടെ ആവലാതികളൊന്നും കേൾക്കാൻ പറ്റൂല. ഇനി വലൗ സമീഉ, കേൾക്കുന്നവർ തന്നെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. വല്ല ആൾ ദൈവങ്ങളോ ദിവ്യത്വം അവകാശപ്പെടുന്ന ആളുകളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. കേൾക്കുന്നു അവര്, പക്ഷെ അവർക്ക് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയോ? ഒരു ഉത്തരവും തരാൻ അവർക്ക് സാധ്യമല്ല. കാരണം അവര് തന്നെയും അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ടാണോ നമ്മള് യാത്ര പുറപ്പെടാൻ വൈകുമ്പോ മടവൂർ ഔലിയെ വിളിക്കുന്നത്? അല്ലെങ്കിൽ വണ്ടി കൂട്ടിയിടിക്കാൻ പോകുമ്പോ അവിടെ മടവൂർ ഔലിയെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ചെയ്തു തരുന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നത്? ഇത് മടവൂർ ഔലിയുടെ കാര്യത്തിൽ മാത്രമല്ല, സകലമാന അള്ളാഹു അല്ലാത്ത സകല ദിവ്യ ശക്തികളായിട്ട് പരിഗണിക്കപ്പെടുന്നവയുടെ ഒക്കെ കാര്യം ഇത് തന്നെയാണ്. അപ്പോ ഇവർക്കൊന്നും അതിന്റെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല. അത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു നടക്കുകയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ് അവർ പറയുന്നത് എന്നതാണ് വസ്തുത. അപ്പോ വലവും സെമിയഴു അവര് കേൾക്കുകയാണെങ്കിൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കില്ല. കേൾക്കുന്ന ചില ദൈവങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നവരുണ്ട്, തീരെ കേൾക്കാത്തവരും ഉണ്ട്. ആൾ ദൈവങ്ങളും അതുപോലെ ജീവനുള്ളവരും ഒക്കെ ഉണ്ടല്ലോ ദൈവങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോ കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരും ഉണ്ട്. നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ പറ്റൂല. ഇനി അഥവാ ഈ കല്ലും ലോഹവും ഒക്കെ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ദൈവങ്ങൾ വല്ലതും കേൾക്കുകയാണെന്ന് വെക്കുക, എന്നാൽ പോലും അവർക്കൊന്നും ചെയ്തു തരാനും കഴിയില്ല. കാരണം അവയുടെ ഒക്കെ സമ്പൂർണ്ണ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചാണ് അവരുടെ നിലനിൽപ്പ് പോലും. ഈ ആകാശഭൂമിയിലെ ഈ പ്രപഞ്ച സാകല്യത്തിലെ സൂര്യനെയും ചന്ദ്രനെയും ക്രമീകരിച്ച് നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് നിങ്ങൾ ഉരുട്ടിയുണ്ടാക്കിയിട്ടുള്ള ഈ വിഗ്രഹങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും മേൽ അധികാരമില്ല എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? അപ്പോ എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്ന വയൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പ് നാളില് കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാവുന്ന നാളാണല്ലോ. അന്ന് യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങള് പങ്കു ചേർത്തുകൊണ്ട് പങ്കാളികളാക്കിക്കൊണ്ട് അവരെ ആരാധിച്ചതിനെ അവർ തള്ളിക്കളയും. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളോട് ചോദിച്ചിട്ടല്ല ഇവരിത് ചെയ്തിട്ടുള്ളത് എന്ന് ആ സോക്കോൾഡ് ദൈവങ്ങൾ പറയും. നിങ്ങളുടെ മുഖത്തടിച്ച പോലെ, നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളുടെ ആരാധനകളെ എറിഞ്ഞു തരുന്ന പോലെ അവരത് നിരസിക്കും. നിങ്ങൾ അവരുടെ മേൽ ആരോപിച്ചിരുന്ന കാര്യങ്ങളെ അവർ തള്ളിക്കളയുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുക, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതുപോലെ കാര്യങ്ങളെ യുക്തിഭദ്രമായ വിധത്തില് വെളിപ്പെടുത്തി തരുന്നവനായിട്ട് അള്ളാഹുവിനെ പോലെ ആരുണ്ട് എന്നതാണ് ചോദ്യം. ആരുമില്ല. താങ്കൾക്ക് ഇത് ഈ വിധത്തിൽ വിവരിച്ചു തരുന്നവനായിട്ട് ഖബീറിനെ പോലെ, അള്ളാഹു അത് വെളിപ്പെടുത്തി തരുന്ന വിധത്തിൽ വെളിപ്പെടുത്തുന്നവനായിട്ട് ആരുമേ ഇല്ല എന്ന കാര്യമാണ് അള്ളാഹു ഈ ആയത്തിന്റെ അവസാനത്തിലായിട്ട് പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫാത്തിറിലെ 13, 14 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.